നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്. ഓക്കെ, സേമിയ പാലെല്ലാം വെച്ചിട്ട് പുഡിങ്ങാണ്. ആദ്യം ഫ്രൈ പാനിൽ ബട്ടർ വെച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ചൂടാക്കി എടുക്കുക. ഓക്കെ, അങ്ങനെ കുറച്ച് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. നമുക്ക് ഈ സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് നമുക്ക് ഈ സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഇനി 1/2 ലിറ്റർ പാൽ ഒഴിക്കുന്നതിന് നമുക്ക് ഇനി കുറച്ച് കസ്റ്റർഡ് റെഡിയാക്കാം. പാലില്ലെങ്കിൽ തൽക്കാലം 1 സ്പൂൺ 1.5 സ്പൂൺ പാൽപ്പൊടി, കുറച്ച് വെള്ളം, ഏലക്കായി ചതച്ചിട്ട് കൊടുക്കുക. ഏലക്കായ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു വേണ്ടിയൊക്കെ ഓപ്ഷനിലാണ്. പാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. തീ കുറച്ച് വെച്ച് ഇളക്കാം. നമുക്കതിൽ കസ്റ്റർഡ് ഇതിലേക്ക് പാൽ ആഡ് ചെയ്യാം. ആദ്യം ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ട് 3 പീസ് ബ്രെഡ് അതിൻ്റെ അടിയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് സേമിയ ഇതിൽ ഇങ്ങനെ 2 പീസ് ബ്രെഡ് ഇതിൽ വെച്ചെടുക്കുക. ബാക്കിയുള്ള സേമിയ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും കിട്ടുന്ന പോലെ ആക്കി വെക്കാം. ഇനി കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാം എല്ലാം ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്യുക. ഇത് നമുക്ക് കഴിക്കാനുള്ള സാധനം തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. വളരെ ഒന്നുണ്ട ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കട്ട് ചെയ്ത അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ ഭംഗിയിൽ വെക്കുക. ഏകദേശം ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് പേസ്റ്റിൽ വെച്ച് സൂക്ഷിക്കുക കേട്ടോ. എന്നിട്ട് കഴിക്കാം. 3-4 മണിക്കൂർ കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞുതരാം. എല്ലാവരും ഒരുമിച്ചിരിക്കൂ. സെറ്റ് സാധനം എത്തിയിട്ടുണ്ട്. എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കും. ആശനെ പരിചയപ്പെടുത്തി കൊടുക്കും. ആശർ, ഉസ്താദ്, കുമാർ. എന്ത് കുമാർ? നിർത്തിക്കോ. ഇനി തിന്നാളങ്ങ ശരി.